ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. നമ്മളൊരു കൊഞ്ച് ബിരിയാണി വെക്കാനായിട്ട് പോവാണേ. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടാലോ? ബായോ കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം ഇപ്പോൾ കൊഞ്ച് ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കൊഞ്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കൊരു വെയിൻ പോലൊരു സാധനമുണ്ട്, വേസ്റ്റ് ആണേ. അപ്പോൾ അതൊന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുത്ത് കളയണം, അത്ര ഉള്ള പരിപാടി. അപ്പോൾ ഞാനതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയപ്പോൾ ബോളൊക്കെ എറിഞ്ഞ് വാങ്ങിക്കുന്ന ഒരു കളിയില്ലേ, അതിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് കണ്ടു കാണുമല്ലോ, ആ വ്ലോഗ് കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ ആ പാത്രമാണ് ഇത്. അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോയോളം വൃത്തിയാക്കിയ കൊഞ്ച് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി വെച്ചാലോ? അപ്പോൾ ഇതേ നമ്മൾ കൊഞ്ചിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിക്കണേ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റോളം മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് വേണേൽ നമുക്ക് അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. വെള്ളത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും അരി ഒന്ന് കുതിർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അത് വെള്ളം വാലാനായിട്ട് പാത്രത്തിലായി മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ 15 മിനിറ്റിന് ശേഷം നമ്മൾ ഈ കൊഞ്ചിനെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് കൊഞ്ചിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി സവാളയൊക്കെ വഴറ്റാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് അത് ഇച്ചിരി എണ്ണ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനെ എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്ക് കഴിച്ചാൽ ഒരു ഹെവിനെസ് തോന്നുകയും ചെയ്യല്ലേ, എന്നാൽ ബിരിയാണി കഴിക്കുകയും വേണം അങ്ങനെ. അപ്പോൾ അതിനായിട്ട് പ്രത്യേകം നമ്മൾ വേറെ ഒന്നും കടകളിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിക്ക് ചേർക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നമ്മൾ ചേർക്കാറില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. ഇതിനകത്ത് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് എക്സ്ട്രാ. അതല്ലാതെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ബിരിയാണിയിൽ ഞാൻ പറഞ്ഞു, ടേസ്റ്റിന് പക്ഷേ ഒരു വ്യത്യാസം വരത്തില്ല. നമ്മൾ കഴിച്ചാൽ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഉള്ളി എല്ലാം വഴറ്റേണ്ടതായിട്ടുണ്ട് കൊഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. കുറച്ച് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് നമ്മൾ ആ കൊഞ്ച് വറുത്ത എണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും ഉപ്പുമൊക്കെ പ്രത്യേകം ഇതിന് ചേർത്ത് കൊടുക്കണം. നമ്മൾ കൊഞ്ച് വറക്കാൻ നേരം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ സവാളയ്ക്കും തക്കാളിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉള്ളി വഴറ്റി എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടോ കുറച്ച് ആവശ്യത്തിന് നമുക്ക് ഉപ്പോടെ ചേർക്കാം. കാര്യം ചോറിന് പിന്നെ നമ്മൾ ഊറ്റാൻ നേരം കുറച്ച് ഉപ്പ് ചേർത്ത് നമ്മളത് വാർക്കത്തുള്ളൂ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഇട്ട് കഴിഞ്ഞ് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് മസാല, ഇതിനേക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാനും മാത്രം. ഇതേ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കധികം ചാറൊന്നും വേണ്ട. ഇവിടെ ആർക്കും അങ്ങനെ ഒത്തിരി മസാലയൊന്നും പിടിച്ചിരിക്കുന്ന ഇഷ്ടമല്ല ചോറയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് മസാല എടുക്കത്തുമില്ല. കണ്ടോ, നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. വെള്ളം നല്ലതായിട്ട് വറ്റണം. ആ രീതിയിൽ അത്രയും വരട്ടിയെടുക്കണം.
ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതിനകത്തിലെ ഏറ്റവും പണിയുള്ളൊരു ഭാഗമാണ് ഈ ഇത്രയും ഭാഗം. പിന്നെ എളുപ്പമാണ്. ചോറ് നമ്മൾ അരി അടുപ്പത്തിടുക, വേവുക, ഊറ്റുക, പിന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. നേരത്തെ റൈസിനകത്ത് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് മിക്സ് ചെയ്തില്ല നമ്മളന്ന്, സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമായിരുന്നല്ലോ കറിയും ഇതും കൂടെ. അപ്പോൾ ഇത് പക്ഷെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണാം. വെള്ളം തിളച്ച് നമ്മൾ അരി ഇടുകയാണ്. ഇത് ഊറ്റുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എപ്പോഴും അതൊരു ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ദം ചെയ്യാനായിട്ടൊരു വലിയ പാത്രം എടുക്കുക, അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് ചോറിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ആ മസാലക്കൂട്ട് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് മല്ലിയില ഇടുക, കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ നെയ്യൊക്കെ നമ്മൾ വീട്ടിലെടുക്കുന്നതാണേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല അതൊന്ന് ലെയർ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ നമ്മളൊന്ന് സെർവ് ചെയ്യാൻ നേരം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. ഇതിൽ നാരങ്ങാനീരോ എസൻസോ അങ്ങനെ ചേർത്ത് കഴിക്കാവുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ അതൊന്നും ചേർക്കാറില്ല. അപ്പോൾ ചെയ്യേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണേലും ചേർത്ത് കഴിക്കാവുന്നതാണേ. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിനൊരു പപ്പടവും ഒരു സാലഡും ഉണ്ടെങ്കിൽ കുശാലാണേ. നല്ല ടേസ്റ്റുള്ള സാധനം. ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റ് കാണില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. നല്ല ടേസ്റ്റ് തന്നെയാണേ. നമ്മളിതൊരു ദം ചെയ്യാനായിട്ടൊരു ഏകദേശം 15 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വയ്ക്കും. ഡയറക്റ്റ് അല്ല, നമ്മളത് ഒരു തവയുടെ അല്ലെങ്കിൽ ഒരു പാനിൻ്റെയോ മുകളിലായിട്ട് വെക്കുകയാണേ ചെയ്യുന്നത്. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ടെന്നാൽ നല്ല ചൂടത്ത് നല്ലതായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളിതൊരു 3/4% നമ്മൾ അരി വേവിക്കത്തുള്ളൂ ആദ്യം, പിന്നെ ബാക്കി ദമ്മിലാണ് വെന്ത് വരുന്നത്. അപ്പോൾ മസാലയൊക്കെ ആ ചോറിൽ പിടിച്ച് നന്നായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടല്ല ഉടച്ച് നന്നായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കണം. അങ്ങനെ അത് തീരുന്നത് വരെ ആ പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയില മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണം. കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കണം ദം ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഒരു പരന്ന തവ എടുത്തിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഗ്യാസ് കുറച്ചേ വയ്ക്കാവൂ. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. അതൊരു 15 മിനിറ്റ് ഫ്ലെയിം കുറച്ച് തന്നെ ഇരിക്കണം. ഇടയ്ക്കൊന്നും കൂട്ടുകയൊന്നും ചെയ്യല്ലേ. കണ്ടോ, നമ്മളെടുത്ത് വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം തുറക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, ആവശ്യത്തിന് മസാലയൊക്കെ പിടിച്ചെന്നാൽ ഓവറല്ലാതെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരെയും കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഓവർ മസാലകളൊന്നും ഇല്ലാതെ എന്നാൽ നല്ല മയവും ഒക്കെ ഉള്ളതാണ്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിച്ചാലോ. ബായോ, താങ്ക് യു.